ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആനിമൽസിനെ കാണണമെന്നുള്ള കുട്ടികളുടെ നിരന്തരമായ അഭ്യർത്ഥന കണക്കിലെടുത്ത് ഞങ്ങൾ നേരെ വിട്ടു ഷാർജ ഡെസേർട്ട് പാർക്കിലേക്ക്. ഇവിടെ കുട്ടികൾക്കുള്ള എൻട്രൻസ് ഒക്കെ ആണ് കേട്ടോ. ആദ്യം തന്നെ ഞങ്ങൾ ആനിമൽസിൻ്റെ സെക്ഷനിലേക്കാണ് പോയത് കേട്ടോ. ആനിമൽസിൻ്റെ സെക്ഷൻ മാത്രമല്ല, അവിടെ വേറെ ഉണ്ട് കേട്ടോ. ബൊട്ടാണിക്കൽ ഗാർഡനും ചിൽഡ്രൻസ് പാർക്കൊക്കെ ഉണ്ട്. ഇവിടുത്തെ കുറേ പാമ്പുകളുണ്ട് കേട്ടോ. മണ്ണിൽ ഒളിച്ചിരിക്കുന്നതും ഒളിച്ചിരിക്കാത്തതും, വിഷമുള്ളതും വിഷമില്ലാത്തതും, അങ്ങനെ എന്താ പറയുക, നിറമുള്ളതും നിറമില്ലാത്തതും, അങ്ങനെ വെറൈറ്റി ഐറ്റംസാണ് കേട്ടോ അവിടെ ഉള്ളത്. നാട്ടിലെ പോലെ കാലിക്കൂട്ടിൽ പേരായിട്ട് വെച്ച് പറ്റിക്കുന്ന പരിപാടി ഇവിടെ കണ്ടില്ല കേട്ടോ. എല്ലാം ഒന്നിനൊന്നും വെച്ചും തന്നെ. ഇതൊക്കെ വെറൈറ്റി ഐറ്റംസ് ആയ കാരണം കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമായി. അവർ ഭയങ്കര ഇൻട്രസ്റ്റിലായിരുന്നു ഇതൊക്കെ കണ്ട് നടക്കുന്നുണ്ടായിരുന്നത്. വീഡിയോ എടുക്കാൻ പറ്റാത്തപ്പോൾ ഒരു സെക്ഷനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. കുറേ കുറുക്കന്മാരും മുള്ളമ്പന്നികളൊക്കെ ഉള്ളൊരു സെക്ഷൻ. അതൊക്കെ ഇരുട്ട് നിറഞ്ഞ സ്ഥലമാണ്, കാരണം അവർ ഇരുട്ടത്താണല്ലോ പുറത്തിറങ്ങുന്നത്. ഇതെല്ലാം കണ്ടുകൊണ്ട് നടക്കുന്നതിനിടയിലും ഒരു 100 സംശയങ്ങളായിട്ട് പിള്ളേരും കൂടെ ഉണ്ട് കേട്ടോ. ഇതെന്തെങ്ങനെ നടക്കുന്നത്, എന്തെങ്ങനെ കിടക്കുന്നത്, എന്തെങ്ങനെ ഇരിക്കുന്നത്, പിന്നെ കഥയിൽ ചോദ്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് അവരെ അങ്ങോട്ട് ഓടിച്ചു. ശരിക്കും വീക്കെൻഡിലൊക്കെ കുട്ടികളെ കൊണ്ടുപോയി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണ് കേട്ടോ ഇതൊക്കെ. അവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആണല്ലോ ഇതൊക്കെ കാണാനായിട്ട്. പിന്നെ ഫുൾ എയർ കണ്ടീഷൻ ചെയ്ത സ്ഥലമായത് കൊണ്ട് ചൂടൊരു പ്രശ്നമല്ല. റെപ്റ്റൈൽസിൻ്റെ ഈ ഒരു വലിയൊരു സെക്ഷൻ കഴിഞ്ഞ് നേരെ പോയത് ഒരു ഫോറസ്റ്റ് ഏരിയ ആണ് കേട്ടോ. മരുഭൂമിയിലാണ് ഈ കാടെന്നും കൂടി ഓർക്കണം. ഈ മരുഭൂമി മുഴുവൻ ഫോറസ്റ്റ് ആണെന്നേ. ഇവിടെ കണ്ടൽക്കാടിൻ്റെ ചെറിയൊരു ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ നിയമത്തെ പേടിച്ചുകൊണ്ടാണോ എന്തോന്നറിയില്ല, ഇവിടെ ഭയങ്കര സൈലൻറ്റും ആണ് കേട്ടോ. ആരും അങ്ങനെ ഓളിയിട്ട് ബഹളം വെക്കുന്നൊന്നുമില്ല കേട്ടോ. അങ്ങനെ കണ്ടൽക്കാടിൻ്റെ സെക്ഷനും കഴിഞ്ഞ് വന്നപ്പോഴാണ് ടച്ചിലൂടെ വലിയ ആനിമൽസിൻ്റെ സെക്ഷനിലേക്ക് എത്തിയത്. വലിയ ആനിമൽസ് എന്ന് പറയുമ്പോൾ ആനേനൊന്നും പ്രതീക്ഷിക്കരുത് കേട്ടോ. കുറച്ച് മാനും കുരങ്ങന്മാരും ചെന്നായും പുള്ളിപ്പുലികളും മാത്രമേ ഉള്ളൂ കേട്ടോ അവിടെ. ഇവിടെ നിന്ന് മാനിനെ കണ്ട് മാനേന്ന് ഓടിയുണ്ട്. ആ മാനിനെ അറപ്പി മാത്രമല്ല അറിയൂ, അതുണ്ടായി പിള്ളേരോട് പറഞ്ഞാൽ മനസ്സിലാവണു. അങ്ങനെ നമ്മുടെ കുരങ്ങന്മാരെയും ചെന്നായും ഹൈനയും പുള്ളിപ്പുലിയും ചീറ്റപ്പുലിയും എല്ലാം കണ്ടിറങ്ങുമ്പോൾ ഒരു ചോദ്യം, ഇവിടെ എന്താ ലയണില്ലാത്തതെന്ന്. ലയൺ കാട്ടിലേക്ക് ഇങ്ങാണല്ലോ, അതെങ്ങനെ ഇവിടെ വരാനാ? ഈ പിള്ളേരുടെ ഓരോ സംശയങ്ങളെ. ഞങ്ങൾ പോയതൊരു ഉച്ച നേരത്തായത് കൊണ്ട് എല്ലാവരും ഉച്ചയൂണും കഴിഞ്ഞ് ഉച്ചമയക്കത്തിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.